ഹായ്, എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമല്ലേ? അപ്പോൾ ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്കൊന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം ഞാൻ ഇടുക്കിയിലായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നിടത്ത് ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് വളർന്നവരുണ്ട് ആ ഭാഗത്തെല്ലാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പേരൊന്ന് മാറ്റി പറയാം, അല്ലെങ്കിൽ പേര് പറഞ്ഞു കഴിയുമ്പോൾ കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാകുമല്ലോ. അപ്പം എൻ്റെ കൂടെ പഠിച്ച കൊച്ചിൻ്റെ പേരാണ് ഷിജിയെ. അപ്പോൾ എൻ്റെ ചേച്ചിയുടെയൊക്കെ കൂടെ പഠിച്ചവരാണ് ഷീല, പിന്നെ അതുപോലെ തന്നെ മിനിയെ, സിജിയെ, ഇവരൊക്കെയുണ്ട്. എൻ്റെ ചേച്ചിമാരുടെയൊക്കെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ മിനിയും ഷിജിയും അവർ ചേട്ടത്തി അനിയത്തി. അപ്പോൾ ഷിജിയാണ് എൻ്റെ കൂടെ പഠിച്ചത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മിനിനെ കണ്ടു, ഉഷ്ചേച്ചിയുടെ സൈച്ചിയുടെയൊക്കെ കൂടെ പഠിച്ചത്. അപ്പോൾ കണ്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ അവരും ചേട്ടത്തി അനിയത്തിമാർ 3-4 പേരും 2 ആണുങ്ങളൊക്കെ ഉള്ള ആങ്ങളമാരൊക്കെ ഉള്ളവർക്ക്. അപ്പം ഞാൻ ചോദിച്ചിങ്ങനെ ഷിജിക്ക് എങ്ങനെയുണ്ട്, ഷിജി നന്നായിട്ടിരിക്കുന്നു. അവരുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവളെ കെട്ടിച്ച് വിട്ട കാലം തൊട്ടേ അവൾക്ക് നല്ല ഇതാണല്ലോ. അപ്പം എനിക്കല്ലേ അന്നും ഇന്നും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ട്, കാരണം ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ഈ പുള്ളിക്കാരിയാണ്. അന്നേരം ഞാൻ പറഞ്ഞു എപ്പോഴും സഹായിച്ചുകൊണ്ടൊക്കെ ഇരുന്നായിരുന്നല്ലോ ഷിജി. അന്നേരമാണ് പറഞ്ഞത്, എന്നോട് പറഞ്ഞ് 5-6 വർഷമായിട്ട് അവളും ഞാനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. എൻ്റെ കുഞ്ഞുങ്ങൾ പിണങ്ങി പിരിഞ്ഞാൽ എനിക്ക് അത്രയും വിഷമമില്ല, പക്ഷെ അവളും മിണ്ടത്തുമില്ല എടുക്കത്തുമില്ല. ഞാൻ ചോദിച്ചാൽ അത് എന്നാന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഒരു 5-6 വർഷം മുമ്പ് അവരുടെ വീട്ടിൽ പട്ടി പ്രസവിച്ചെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നല്ല ഇനം പട്ടി. അപ്പോൾ അവിടെ ചെന്നപ്പം കണ്ടപ്പോഴേ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് അവിടുന്ന് ഒരു പട്ടിക്കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് ഇവരുടെ വീട്ടിൽ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ചേർത്തി ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നതാണ് കാര്യം എന്ന് പറഞ്ഞു. അത് ഇവരറിഞ്ഞുകൊണ്ടൊന്നുമല്ല, ചോദിച്ച് മേടിച്ച ഈ പട്ടിക്കുഞ്ഞിനെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എന്തോ നിസ്സാര കാരണത്തേൽ ഉണ്ടായ ഒരു ചെറിയൊരു പിണക്കം അതങ്ങ് വലിച്ച് നീട്ടി വലിയൊരു കുടുംബ പ്രശ്നത്തിലോട്ട് വന്നെത്തി. അങ്ങനെ ഈ പുള്ളിക്കാരി ഈ ചേട്ടത്തിച്ചാരുടെ ഫോൺ നമ്പറും അവരുടെ വീട്ടിൽപ്പെട്ട എല്ലാവരുടെയും നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അവർക്ക് ഇങ്ങോട്ടും വിളിക്കാൻ മേല, ഇവരങ്ങോട്ടും വിളിക്കത്തില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്നിട്ട് പോലും പുള്ളിക്കാച്ച ചേട്ടത്തിയുടെ അടുത്താണ് ഇവരുടെ അമ്മ നിൽക്കുന്നത്. അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് പോലും അനിയത്തി, അതായത് ഷിജി കാണാൻ ചെന്നില്ലെന്ന് പറഞ്ഞു. ഇവരുടെ വീട്ടിലായെന്ന് പറഞ്ഞു, മിനിയുടെ വീട്ടിലായതുകൊണ്ട് അത്രയ്ക്ക് ശത്രുതയായിപ്പോയെന്ന് പറഞ്ഞു. അപ്പം നേരത്തെ ഈ ഷിജി പറയാമെന്ന് പറഞ്ഞു, എൻ്റെ ഷെയറും കൂടെ മിനി ചേച്ചിക്ക് കൊടുത്തേരെ, അവക്കല്ലേ ബുദ്ധിമുട്ട് കൂടുതലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുടുംബം ഷെയറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞു. അതൊന്നും ഒരു പരാതിയായിട്ട് പറഞ്ഞതുമല്ല കേട്ടോ, അത്രയ്ക്ക് പിണങ്ങി അകന്നു പോയെന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്കാരി പറയുന്നത്, പലരും പറഞ്ഞ് എൻ്റെ പൊന്നു രജനി എനിക്ക് അറിവുള്ളതാണ്, നമ്മുടെ ചേട്ടത്തി അനിയത്തിമാരായിക്കോട്ടെ, ബന്ധുക്കാരായിക്കോട്ടെ, സ്വന്തക്കാർ, നമ്മുടെ റിലേറ്റീവിൽപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് നമ്മൾ പട്ടി, പൂച്ച, അതുപോലെ തന്നെ പന്നി, അതുപോലെ തന്നെ കോഴി, ഈ 4 കൂട്ടം സാധനത്തിനെ നമ്മൾ കൊണ്ടുവന്ന് വളർത്താൻ നിൽക്കരുത്. ഏറ്റവും വലിയ പിണക്കവും ഏറ്റവും വലിയ ശത്രുതയായി പോകുന്നത്. നമ്മൾ ശത്രുവിനെ ചെന്ന് മേടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ കയറ്റുന്നതിന് ആ പട്ടി കൊണ്ടുവന്ന ഇടപാടാന്ന് പറഞ്ഞത്. പക്ഷെ അന്നൊന്നും അറിയത്തില്ല. ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പം ഒരാഗ്രഹം തോന്നി മേടിച്ചതാന്ന് പറഞ്ഞു. ആ പിണക്കം ഇപ്പോഴും തീർന്നിട്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങളോട് ഈ കാര്യം ഒന്ന് പറയാമെന്ന്. ഞാൻ പണ്ട്, അതായത് 1 വർഷം മുമ്പ് നമ്മുടെ വീട്ടിൽ എന്ന് വെച്ചാൽ ബന്ധുക്കാരുടെ വീട്ടിൽ നിന്ന് ഇറച്ചിയൊക്കെ കൊണ്ടുവന്നാലത്തെ ഒരു ദോഷവശമൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷങ്ങളോളം ഓടിയൊരു വീഡിയോയാണ്. അനുകൂലമായിട്ടും പറഞ്ഞവരുണ്ട്, എന്ത് ചെയ്താലും നെഗറ്റീവും പോസിറ്റീവും പറയുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടപ്പറപ്പുകളുണ്ടാകും, അല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചു വിട്ട വീടുണ്ടാകും, അല്ലെ സഹോദരങ്ങളുടെ വീടാകും. എവിടെ പോയാലും നിങ്ങൾ ഈ പട്ടി, പൂച്ച, കോഴി, പന്നി ഇതിനെ ഒന്നും കൊണ്ടുവരാൻ നിന്നേക്കണം. പന്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ആലപ്പുഴ ജില്ലയിലൊന്നും പന്നി കൃഷിയൊന്നുമില്ല. അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടുക്കി, കോട്ടയം അങ്ങനെയുള്ള ഹൈ റേഞ്ച് മേഖല പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിനെയൊക്കെ വളർത്തലുള്ളത്. അപ്പോൾ ഈ ബന്ധുക്കാരൊക്കെ വീട്ടിൽ വരുമ്പം പന്നിയൊക്കെ പെറ്റി കിടക്കണം പറയും, ആ ചേച്ചി അല്ല ചേട്ടാ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞൊക്കെ ഇവരങ്ങ് മേടിച്ചോണ്ട് പോകും. പക്ഷേ ഉണ്ടല്ലോ, അതോടുകൂടി അവരുമായിട്ട് നമ്മൾ എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് തെറ്റിപ്പിരിഞ്ഞ് പിണങ്ങി അകന്നു പോകും. അതുറപ്പ് കേസാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കറി വയ്ക്കുന്നത്, ഇപ്പം മീൻകറി ഒരു ശാലം കൊടുത്താൽ പോലും വിഷയമല്ല.
നമ്മുടെ വീട്ടിൽ കറി വയ്ക്കുന്ന ഇറച്ചിക്കറി ഏതും ആയിക്കോട്ടെ, അല്ലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് മേടിച്ചുകൊണ്ട് വന്നേക്കുന്ന ഇറച്ചി, അത് നമ്മുടെ ബന്ധു വീട്ടിലോ മക്കളെ കെട്ടിച്ചേക്കുന്നിടത്തോ സ്വന്തക്കാരുടെ അടുത്തോ നമ്മളത് കൊടുക്കാനേ പാടില്ല. ഒരു സത്യസ്ഥലത്തു നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് പോണക്കല്ല നമ്മുടെ വീട്ടിൽ, അതും നമുക്ക് കൊള്ളുന്ന ഒരു കാര്യമല്ല. അതും ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഓർക്കും ഇതൊക്കെ വെറുതെ പറയുന്നതൊന്നുമല്ല, ഇതെല്ലാം കൃത്യം കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അനുഭവം ഉള്ളവരെ ഇഷ്ടം പോലെ കാണും. അതുപോലെ തന്നെ ഞാൻ പറയാം, നമ്മൾ ഇപ്പം ഒരാൾ വന്ന് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവായിക്കോട്ടെ, അല്ലെ അയൽവാസികളായിക്കോട്ടെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിക്കോട്ടെ, ചിലര് കൊടുത്താൽ കുഴപ്പമില്ല. നമ്മളുണ്ടല്ലോ കാശും സ്വർണവും ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ സഹായിച്ചിട്ട് അവരുടെ ശത്രുത ഇങ്ങോട്ട് മേടിച്ചു വെക്കുക. അനുഭവത്തിൽ നിന്നും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അന്നേരത്തെ ഒരു പിണക്കമുള്ളൂ, പക്ഷെ ആ ബന്ധം എന്നും നിലനിൽക്കും. പക്ഷെ ഇത് കൊടുത്തു പോയിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൊള്ളരുതാത്തവരും ശത്രുക്കാരും ഇത്രയും മോശപ്പെട്ടവരുമില്ല, നമുക്കൊട്ട് തിരിച്ച് കിട്ടാനും പോകുന്നില്ല. അത് വലിയൊരു വഴക്കയിലും പിണക്കത്തിലും ചെന്ന് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ നിങ്ങളത് വീണ്ടും വീണ്ടും ആലോചിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. കൊടുത്തൊരു ശത്രുവിനെ മേടിക്കരുത്. അതുപോലെ തന്നെ വൈകിട്ട് വിളക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കാശിടപാടോ അല്ലെ സ്വർണത്തിൻ്റെ ഇടപാടോ നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മുടെ കുടുംബത്തിനാണ് അതിൻ്റെ ദോഷവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ബന്ധു വീട്ടിലോട്ടൊക്കെ ഒന്ന് പോകുമ്പം നിങ്ങൾക്കൊരു ശകല ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. നമ്മൾ പോകുന്ന വഴിക്ക് കടയിൽ കാണുമ്പോൾ നമ്മൾ കശാപ്പ് കടയിൽ നിന്നൊക്കെ നമ്മൾ 1-2 കിലോ മേടിച്ചിട്ടുണ്ട്, അതിനൊരു കുഴപ്പവുമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പട്ടി തെണ്ടി കയറി വന്നാലുണ്ടല്ലോ തൊഴിച്ച് ഓടിക്കണമെന്നാണ് പറയുന്നത്. പട്ടി തെണ്ടി കയറി വന്നാൽ നമ്മൾ കൊല്ലാനും പിടിക്കാനും പറഞ്ഞാൽ അതിനെ വന്ന വഴി തന്നെ ഓടിക്കുക. അതുപോലെ പൂച്ചയാ കയറി വരുന്നെങ്കിലുണ്ടല്ലോ വളരെ നല്ല, നമുക്ക് വളരെ എന്തോ നല്ല കാര്യം നടക്കാൻ പോകണം. പൂച്ച വന്ന് പ്രസവിച്ച് കിടന്നാൽ ഏറ്റവും നല്ലതാണ്. അതിനെ തല്ലി ഓടിക്കാനോ പിറക്കാനോ ഒന്നും നിങ്ങൾ നിൽക്കരുത്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, സന്ധ്യാസമയത്ത് നിങ്ങൾ കാശോ അല്ലെ സ്വർണമോ, അതായത് അടുക്കളയിലെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്ന് വെച്ചാൽ കൈ വായ്പ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുമ്പം നമ്മൾ വിളക്ക് കത്തിച്ചിട്ടാക്കുമെങ്കിൽ അത് കെടുത്തിയതിന് ശേഷമേ കൊടുക്കാവുള്ളൂ. എന്ന് വെച്ചാൽ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ ഇപ്പോൾ ഒരു നേരം ഇപ്പോൾ ഒരാൾ ഒരു പണിക്ക് പോയിട്ട് വന്നപ്പോൾ വൈകിട്ട് കഞ്ഞിക്ക് അരികില്ലെങ്കിൽ നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക. അരി വെച്ചുകൊണ്ട് നമ്മൾ സദ്യക്ക് അവർ പട്ടിണി കിടക്കാൻ സമ്മതിക്കത്തില്ലല്ലോ, അപ്പം നമ്മൾ കൊടുക്കും. പക്ഷെ അത് വിളക്ക് കെടുത്തിയതിന് ശേഷമേ കൊടുക്കാവുള്ളൂ. പരമാവധി അവർ നേരത്തെ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ അത്രയും നല്ല കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, പട്ടി, പൂച്ച, പന്നി, കോഴി ഇത്രയും സാധനത്തിനെ നമ്മുടെ വേണ്ടപ്പെട്ട വീടുകളിൽ നിന്ന് കൊണ്ടുവരുവോ നമ്മൾ കൊടുത്തു വിടുവോ ചെയ്യരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മളെ ബന്ധുക്കാരുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി, അതായത് ഒരു സദ്യയോ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് അത് എടുത്തുകൊണ്ട് വന്നാൽ കുഴപ്പമില്ലെന്ന് വയ്ക്കും. സദ്യ വേറെ, വീട്ടിലുണ്ടാക്കുന്നത് വേറെ. അപ്പം ഈ സദ്യസ്ഥലത്തു നിന്ന് ഈ പറയപ്പെടുന്ന ഞാനും ഒരുപാട് പ്രാവശ്യം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ആ സദ്യസ്ഥലത്തു നിന്ന് എടുത്തുകൊണ്ട് പോരുന്നതും അല്ലെ വീട്ടിൽ നമ്മൾ വെച്ച് കാലമാക്കി കൊടുക്കുന്നതും രണ്ടും രണ്ടാകട്ടോ. അത് രണ്ടും കൂടെ നിങ്ങൾ എന്തായാലും കൂട്ടിക്കുഴയ്ക്കാനൊന്നും നിൽക്കണ്ട. അപ്പം ഇങ്ങനെ ഒരു തെറ്റ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മേലിൽ ഇതിങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക. എത്ര നല്ല പട്ടി ആയിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, നമ്മളത് കൊണ്ടുവരാനായിട്ട് നിൽക്കുകയേ വേണ്ട കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൊന്ന് വെച്ചിട്ട് അതേ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകണം കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നന്മ കരുതിയാട്ടോ ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. അപ്പം വീണ്ടും ഷിജി ഞാൻ പറയുകയാണ്, എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിനക്ക് ഏകദേശം മനസ്സിലാകും ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അപ്പം പിണക്കവും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ അങ്ങ് മാറ്റിയേക്കണം. ഉള്ളിലോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ല, അവിടെ തീരുന്നൊരു ജീവിതമേ ഉള്ളൂ. നമ്മുടെ പിണക്കവും വൈരാഗ്യവും ഒന്നും ആയിട്ടിരിക്കണ്ട കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.